വൻമരം. ഞാൻ നോക്കിയിട്ട് ഇത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു വൻമരം അങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഒരു ഫ്ലാറ്റ്. വണ്ടർ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു മാസം മുമ്പ് എൻ്റെ ഷോർട്സ് വീഡിയോസിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. എടപ്പള്ളി കളമശ്ശേരി റൂട്ടിലെ ഒരു ഫ്ലാറ്റ്, ഹരിത മനോഹരമായിട്ട് നിൽക്കുന്ന ആ ഫ്ലാറ്റിന്റെ വീഡിയോക്ക് ഞാൻ തമ്മിൽ കൊടുത്തത് മരതകം എന്നാണ്. സിറ്റിക്കുള്ളിലെ മരതകം. അതെ, അപ്പൊ അന്ന് ഞാൻ ഇട്ട വീഡിയോന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് വ്യൂവേഴ്സിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള ഷെയർസും നല്ല ലൈക്കും വ്യൂസും വന്നായിരുന്നു. ഓവർ ഹെവി വ്യൂസ് അല്ല ഞാൻ പറയുന്നത്, ഒരു 4K 5K വ്യൂസ് അതിന് വന്നായിരുന്നു. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ ഫ്ലാറ്റിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ ലൊക്കേഷനിൽ പോയായിരുന്നു. എടപ്പള്ളി കളമശ്ശേരി റോഡിൽ ഒന്നും കൂടി പോയായിരുന്നു. അപ്പൊ ഈ ഫ്ലാറ്റിന്റെ ഒരു ഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എല്ലാ സൈഡിലും അതിന്റെ ചുറ്റും ഞാൻ ഓടി കിടന്ന് വീഡിയോ എടുക്കണമായിരുന്നു. കാരണം അതിന്റെ ഫുള്ള് ആ ഒരു ഫ്ലാറ്റിന്റെ എൻട്രൻസ് മുതൽ അതിന്റെ ചുറ്റും കാണാനായിട്ട് അത്ര മനോഹരമാണ്. ഈ സിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി, അതും ഒരു ബിൽഡേഴ്സ് ചെയ്തേക്കണത് വളരെ മനോഹരമായിട്ടാണ്. ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഗുഡ് എർത്ത് എന്നാണ് ഫ്ലാറ്റിന്റെ പേര് വന്നിരിക്കുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഗുഡ് എർത്ത് മോഡേൺ ടൈംസ് അങ്ങനെ ഒരു ബിൽഡേഴ്സോ ഡെവലപ്പേഴ്സോ ആണ് അവര്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ല. അതിന്റെ ഫ്ലാറ്റിന്റെ പേര് എന്ത് വന്നാലും ഗുഡ് എർത്ത് എന്നാണ്. ഈ കാണുന്ന പോലെ തന്നെ ഗുഡ് എർത്ത് എന്നാണ്. എന്ത് വന്നാലും ആര് ചെയ്താലും അവരുടെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയുള്ള സിറ്റികൾക്കുള്ളിൽ ഇതേപോലെ ഒരു വൻമരം. ഞാൻ നോക്കിയിട്ട് ഇത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു വൻമരം അങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഒരു ഫ്ലാറ്റ് നിൽക്കുന്നത്. ഒരു ഫ്ലാറ്റ് ആണെന്ന് തോന്നൂല, അത്രക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ആ ഫ്ലാറ്റിൽ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഞാനപ്പോൾ ഇതിന്റെ മുമ്പും വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിനെ കൊടുത്ത് തമ്മിൽ എന്ന് പറയുന്നത് മരതകം എന്നാണ്, സിറ്റിക്കുള്ളിലെ മരതകം. അപ്പൊ അതുപോലെ തന്നെയാണ് അന്ന് അതിന്റെ ഒരു വേറൊരു ആംഗിളില് മെട്രോ നിയറസ്റ്റ് മെട്രോ ആയിട്ടാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ എടുത്തത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള അതിന്റെ ഒരു ഫുള്ള് വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വ്യൂവിൽ കറക്റ്റ് ഒരു വലിയൊരു വൻമരം നിൽക്കണ പോലെ തന്നെയാണ് ആ ഫ്ലാറ്റ് നിൽക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കാണുന്ന പോലെ ഒരു വലിയൊരു മരം നിൽക്കുന്ന പോലെയാണ് ഒരു ഫ്ലാറ്റ്, അത് സിറ്റിക്കുള്ളിലായിട്ട് നിൽക്കണത്. വളരെ മനോഹരമായിട്ടുള്ള കൺസെപ്റ്റ്. ഗുഡ് എർത്ത്, നല്ലൊരു ഭൂമി. എന്താല്ലേ ഈ ബിൽഡിങ്ങിന്റെ ചുറ്റും ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴും ഒരു സൈഡിൽ ഒരു ചർച്ച് ഉണ്ട്, കാണുന്ന പോലെ ഒരു ചർച്ച് ഉണ്ട്. പിന്നെ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സൈഡിലും പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും എൻട്രൻസിന്റെ അത്രയും ഇല്ല. എങ്കിൽ പോലും അവർ ഓരോ ദിവസവും 1 by 1 ആയിട്ട് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ സൈഡിലും. ഇനിയിപ്പോ ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ടായിരിക്കും ആ ഫ്ലാറ്റ് കാണാൻ പറ്റുന്നത്. ഇത് ഒരു 2-3 വർഷം പുറകിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കാട്ടിയായിരുന്നു. ആ ഒരു ഫോട്ടോ ഞാൻ ആ ക്ലിപ്പ് ഇവിടെ വെക്കാം. ആ ഒരു ഫോട്ടോന്റെ ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായേക്കണ ഒരു മാറ്റമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നാളത്തെ അവരുടെ പരിശ്രമവും കാര്യങ്ങളുമാണ് ആ ബിൽഡേഴ്സിന്റെ, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നവരുടെ പരിശ്രമമാണ്. എനിക്കൊന്നല്ല, അവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും പലരും ആ സമയത്ത് ഓരോ ആംഗിളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാരണം അവിടെ പുതുതായിട്ട് വന്നവര് ഇതൊരു പുതിയ അനുഭവമാണ് അവർക്ക്. ഈ ഒരു കാഴ്ച സിറ്റിയുടെ ഒക്കെ ഉള്ളിൽ പുതിയൊരു അനുഭവമാണ് എല്ലാവർക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആരെങ്കിലും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഈ വീഡിയോ കാണുന്നതിലും അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എറണാകുളം വരികയാണെങ്കിൽ, എസ്പെഷ്യലി എടപ്പള്ളി ലുലു മാളിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചൊന്ന് കളമശ്ശേരി റൂട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്യുക. ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ബിസ്മിയുടെയൊക്കെ പുറകിലായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്.